ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പട്ടുപാവാടയുടെ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയലും ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അളവിനനുസരിച്ച് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് ലൈനിങ്ങിൽ ഫസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് വരുന്നൊരു ടോപ്പാണ്. ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിൽ വെച്ച് അയൺ ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് മോഡലാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇതുപോലെയാണുള്ളത്. ഇനി നമുക്ക് സ്ലീവ് വരുന്നത് ചെറിയൊരു പഫ് വന്നിട്ടുള്ള സ്ലീവാണേ. കൂടാതെ നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള പഫാണ് വന്നിട്ടുള്ളത് കേട്ടോ. പ്ലീറ്റ്സ് എടുക്കാനായി ഒരു 5 ഇഞ്ചോളം നമ്മൾ വിട്ടിട്ടുണ്ട്. ആ ഒരു പോർഷനിലാണ് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി താഴെ ഭാഗത്ത് വരുമ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇലാസ്റ്റിക് ഒരു 1 ഇഞ്ച് മുകളിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിച്ചു പിടിച്ച് ഇലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്തെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് ആ ഒരു വിഡ്ത്തിൽ നിന്നും 1-2 ഇഞ്ച് കുറച്ചിട്ട് ആണ് കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. ബാക്കിൽ ടൈ ആണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഒരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിനുള്ള സ്കേർട്ട് നമ്മൾ അടുത്ത വീഡിയോയിലാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടിഷ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പാവാട എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണാം. താങ്ക്